അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഇതേപോലത്തെ ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കുന്നത് നമ്മൾ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇതിലൊക്കെ ഒരു കുഴപ്പമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര നേരം കൈ വെച്ചോ അത്രയും നേരം സാനിറ്റൈസർ വന്നുകൊണ്ടേയിരിക്കും. ഒരു തരത്തിലുള്ള കൺട്രോളും ഇല്ല, ഒരുപാട് വേസ്റ്റ് ആവും. സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ടൈം കൺട്രോൾ ചെയ്തിട്ടുള്ള സാനിറ്റൈസർ ഡിസ്പെൻസറാണ്. പക്ഷേ നമ്മൾ മൈക്രോ കൺട്രോളറോ ആർഡിനോ ബോർഡോ പ്രോഗ്രാമിങ്ങോ ഒന്നും ഉപയോഗിക്കുന്നില്ല. നമുക്ക് ആകെ ഒരു 555 IC ഒപ്പം 2 കപ്പാസിറ്റർ, ഒരു റെസിസ്റ്റർ മാത്രമാണ് ഇതിൻ്റെ കൺട്രോളിന് ആവശ്യമുള്ളൂ. പ്രധാനമായും നമുക്ക് വേണ്ട കമ്പോണൻസ് ഒരു 555 IC, 100 മൈക്രോഫാരഡിൻ്റെയും 220 മൈക്രോഫാരഡിൻ്റെ ഒരു കപ്പാസിറ്റർ, ഒരു 10K പോർട്ട്, ഒരു പ്രോക്സിമിറ്റി സെൻസർ, പിന്നെ 5 വോൾട്ട് സബ്മേഴ്സിബിൾ പമ്പ് ഒരെണ്ണം വേണം, അതിൽ കണക്ട് ചെയ്യാവുന്ന ഒരു ട്യൂബും. മറ്റ് ഡിസ്പെൻസറുകളിൽ ചെയ്ത പോലെ സബ്മേഴ്സിബിൾ പമ്പിൻ്റെ വയറിനും ഒപ്പം ട്യൂബിനും വേണ്ടി 2 ഹോളുകൾ ആ ബോട്ടിലിൻ്റെ ക്യാപ്പിലിടാം. ട്രിപ്പിൾ 5 ICയിൽ 8 പിന്നുകളാണുള്ളത്. ഒന്നാമത്തെ പിന്ന് ഗ്രൗണ്ടും 8ാമത്തെ പിന്ന് പവർ സപ്ലൈ ആണ്. ആദ്യം 4ാമത്തെ പിന്നും 8ാമത്തെ പിന്നും തമ്മിൽ ഷോർട്ട് ചെയ്യാം. പിന്നെ 2ാമത്തെ പിന്നും 6ാമത്തെ പിന്നും വേറൊരു വയർ ഉപയോഗിച്ച് ഷോർട്ട് ചെയ്യാം. മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്റർ 1ാമത്തെയും 8ാമത്തെയും പിന്നുകൾ തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. 100 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്ററിൻ്റെ ഒരു ലെഗ് 2ാമത്തെ പിന്നിലേക്ക് കണക്ട് ചെയ്യാം. ഇനി 10K പോർട്ട് ഒരു പിന്ന് 6ലേക്കും 2ാമത്തെ പിന്ന് 8ലേക്കും കണക്ട് ചെയ്യാം. നമ്മളുടെ പ്രോക്സിമിറ്റി സെൻസറിൽ 3 പിന്നുകളാണുള്ളത്. VCC, ഗ്രൗണ്ട്, ഔട്ട്പുട്ട് പിന്ന്. അതിൽ VCC 8ാമത്തെ പിന്നിലേക്കും ഗ്രൗണ്ട് 1ാമത്തെ പിന്നിലേക്കും കണക്ട് ചെയ്യാം. ഔട്ട്പുട്ട് പിന്ന് നേരത്തെ പിടിപ്പിച്ച 100 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്ററിൻ്റെ 2ാമത്തെ ലെഗിലേക്ക് കണക്ട് ചെയ്യാം. സബ്മേഴ്സിബിൾ പമ്പിൻ്റെ പോസിറ്റീവ് വയർ 555 3rd പിന്നിലേക്കും നെഗറ്റീവ് വയർ 1ാമത്തെ പിന്നിലേക്കും കണക്ട് ചെയ്യാം. 3rd പിന്നാണ് നമ്മളുടെ ഔട്ട്പുട്ട്. പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് 5 വോൾട്ട് മൊബൈൽ ചാർജറും ഒരു പഴയ USB കേബിൾ ഉപയോഗിക്കാം. USB കേബിളിൻ്റെ പോസിറ്റീവ് വയർ 8ാമത്തെ പിന്നിലേക്കും നെഗറ്റീവ് വയർ 1ാമത്തെ പിന്നിലേക്കും കണക്ട് ചെയ്യാം. ഇതാണ് നമ്മളുടെ സർക്യൂട്ട് ഡയഗ്രാം. പ്രോഗ്രാമിംഗ് ഇല്ലാതെ ടൈം കൺട്രോൾ ചെയ്തിട്ടുള്ള ഡിസ്പെൻസർ വേറെ ആരും ഉണ്ടാക്കിയതായിട്ട് കണ്ടില്ല. അപ്പോൾ ഈ ഡിസ്പെൻസർ നമ്മൾക്ക് ആവശ്യമുള്ള സാനിറ്റൈസർ എത്രയാണോ അത്ര മാത്രമാണ് പുറത്ത് വിടുള്ളൂ. നമ്മൾ എത്ര നേരം കൈ വെച്ചാലും സാനിറ്റൈസർ കൂടുതൽ വരില്ല. ഇനി നമുക്ക് സാനിറ്റൈസറിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പോർട്ട് തിരിച്ചു കൊടുത്താൽ മതി. റെസിസ്റ്റർ വാല്യൂ കൂട്ടുന്നതിനനുസരിച്ച് സാനിറ്റൈസർ കൂടുതൽ വരും. റെസിസ്റ്ററിൻ്റെ വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ സാനിറ്റൈസറിൻ്റെ അളവ് കുറയും. അപ്പോൾ കറണ്ട് പോയാൽ എന്ത് ചെയ്യും? ഇൻവെർട്ടർ ഉള്ളവർക്ക് ഡയറക്റ്റ് അതിലൊരു മൊബൈൽ ചാർജർ വഴി കണക്ട് ചെയ്താൽ മതി. ഇൻവെർട്ടർ ഇല്ലാത്തവർക്ക് ഒരു എളുപ്പ വഴിയുണ്ട്. കറണ്ടിൽ ചാർജ് ചെയ്യുന്ന ടോർച്ച് പഴയതോ അല്ലെങ്കിൽ പുതിയതിനൊരു 80 രൂപയോ 100 രൂപയോ മാക്സിമം വരുള്ളൂ. ആ ഒരു ടോർച്ച് ഒരെണ്ണം പൊളിച്ച് അതിലെ ബാറ്ററിയും ചാർജിങ് സർക്യൂട്ടും എടുക്കാം. നമുക്കതിൻ്റെ ലൈറ്റ് ആവശ്യമില്ല, വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അതല്ല അതിൽ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിൻ്റെ ഡിഫോൾട്ടായി വരുന്ന പ്ലഗ് കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്ക് ആവശ്യത്തിന് നീളത്തിലുള്ള മറ്റൊരു വയർ അതിലേക്ക് കണക്ട് ചെയ്യാം. ഈ വയർ വഴി നമുക്ക് ആ ബാറ്ററി ചാർജ് ചെയ്യാം. മറ്റൊരു വയർ ഉപയോഗിച്ച് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ 555 ICയുടെ 8ാമത്തെ പിന്നിലേക്കും നെഗറ്റീവ് ടെർമിനൽ 1ാമത്തെ പിന്നിലേക്കും കണക്ട് ചെയ്ത് കൊടുക്കാം.
നമ്മളുടെ IR സെൻസറിന് ഒരു കുഴപ്പമുണ്ട്. ഇത് ഇൻഫേർഡ് വന്നു കഴിഞ്ഞാൽ ഡിറ്റക്ട് ചെയ്യും. നമ്മളെ സൂര്യപ്രകാശത്തിൽ ഒരുപാട് ഇൻഫേർഡ് ഉണ്ട്, ഏകദേശം 50% ഇൻഫേർഡ് തന്നെയാണ്. അപ്പോൾ ആ ഇൻഫേർഡ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ട്രാൻസ്മിറ്ററിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് വരുന്നതാണെന്ന് വിചാരിച്ചിട്ട് ഇത് സെൻസർ ഓൺ ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ ഡിസ്പെൻസർ വെളിച്ചമുള്ളടത്ത് കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ളൊരു ഷെയ്ഡ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് പുറമെ ഓപ്പൺ ഏരിയയിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ കാർഡ്ബോർഡോ ഫോറക്സോ ഉപയോഗിച്ച് ഇതിന് നല്ലൊരു കേസിംഗ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ സാനിറ്റൈസർ ഡിസ്പെൻസർ സെറ്റ് ആയിട്ടുണ്ട്. സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കാതിരിക്കാൻ ഇതിൻ്റെ ഉള്ളിലാണ് സെൻസർ വെച്ചിരിക്കുന്നത്. ഞാനിതിൽ എക്സ്ട്രാ 2-3 ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഒരു പവർ ബട്ടണും അത് ഓൺ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു LED ലൈറ്റും. എത്ര സാനിറ്റൈസർ ഡിസ്പെൻസ് ചെയ്യണമെന്ന് മനസ്സിലാക്കാനുള്ള നോബാണിത്. ടോർച്ചിൻ്റെ ചാർജ് സർക്യൂട്ട് ഇവിടെ പുറത്തേക്ക് ആ LED നിൽക്കാവുന്ന രീതിയിൽ ഇതിൻ്റെ ഉള്ളിൽ വെച്ചു. അപ്പോൾ നമുക്ക് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് അറിയാൻ പറ്റും, ഈ ലൈറ്റ് കത്തും. പിന്നെ ഇതിൽ എത്ര സാനിറ്റൈസർ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഇവിടെ ഒരു സ്ലിറ്റ് കൊടുത്ത് ഈ ബോട്ടിലിൽ എത്ര സാനിറ്റൈസർ ഉണ്ടെന്ന് നമുക്ക് പുറമേക്ക് കാണാൻ പറ്റും. സാനിറ്റൈസർ ഡിസ്പെൻസ് ചെയ്യുന്നത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാനിതിലൊരു ബസർ കൊടുത്തിട്ടുണ്ട്. ബസർ എന്ന് പറയുന്നത് നമ്മൾ വണ്ടിയിലൊക്കെ ബൈക്കിലൊക്കെ ഇൻഡിക്കേറ്ററിൽ സൗണ്ട് ഉണ്ടാക്കുന്ന ആ ഒരു ചെറിയൊരു ഡിവൈസ്. ഇനി ബസറില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നമുക്കൊരു LED ബൾബ് ഫ്രണ്ടിൽ വെച്ചാലും മതി. ആവശ്യത്തിനുള്ള സാനിറ്റൈസർ മാത്രമാണ് വരുള്ളൂ. നമ്മൾ എത്ര നേരം കൈ വെച്ചാലും അതിൽ കൂടുതൽ സാനിറ്റൈസർ വരില്ല. സോ ആരെങ്കിലും ഈ ടൈപ്പ് സാനിറ്റൈസർ ഡിസ്പെൻസർ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഈ PNP ട്രാൻസിസ്റ്റർ മാറ്റിയിട്ട് പകരം ഒരു 555-ഉം 2 കപ്പാസിറ്ററും ഒരു 10K പോർട്ടും മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇതിനെ തന്നെ ഇപ്പുറത്തേക്ക് കൺവേർട്ട് ചെയ്യാം.